ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പയും പിസ്താശല്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അരിപ്പ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കളയുന്ന അരിപ്പ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ പുതിയ അരിപ്പ എടുക്കാനുള്ള കാരണം ഇത് കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട്, പക്ഷേ ഇതിലൂടെ അങ്ങോട്ട് അത്ര പോരെ, ഈ നെറ്റിലൂടെ അങ്ങോട്ട് അരിച്ചെടുക്കാൻ പറ്റണില്ല. ചായലെല്ലാം ആ തേയില കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ച് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ക്രാഫ്റ്റിനായിട്ട് എടുക്കും. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ പറ്റുന്ന അരിപ്പ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. 10-20 രൂപയൊക്കെ ഉള്ളൂ അരിപ്പയ്ക്ക്. പക്ഷേ എനിക്കത് ക്വാളിറ്റി അത്ര പോരാന്ന് തോന്നുന്നു, കാരണം അരിക്കുമ്പോൾ അത്ര പോരാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. ഇതിന് പകരം നിങ്ങൾക്ക് ചീത്ത അരിപ്പ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു പോർഷൻ എടുക്കുക, അത് ആ നെറ്റൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പ്ലാസ്റ്റിക് അല്ലേ, അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ആ ഒരു അറ്റത്തുള്ള ആ ഒരു ഇതില്ലേ, അതും നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമ്മൾ വൂളൻ ത്രെഡ് അല്ലെങ്കിൽ ജൂട്ട് ത്രെഡ് അല്ലെങ്കിൽ റിബൺ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു കളർ ഈ പെയിൻറ്റ് വേണ്ട. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മൾ തൊടുമ്പോഴൊക്കെ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്, കാരണം കുപ്പി പോലെയല്ലല്ലോ. അപ്പോൾ അതേ നമ്മൾ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഫുള്ള് ചുറ്റി എടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം അവിടെ ചുറ്റാനുണ്ട്, കാരണം അവിടെ പറ്റണില്ല. അപ്പോൾ ഞാൻ അതവിടെ വിട്ടു. എന്നിട്ട് അറ്റത്തുള്ള ആ ഒരു ഹോളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതെനിക്ക് എന്തോ അത് വേണ്ട, അത് ചുറ്റാൻ പറ്റണില്ല, അതാ സത്യം. അപ്പോൾ ഞാനത് കളഞ്ഞു, കട്ട് ചെയ്ത്. എന്നിട്ട് ഇതുപോലെ വൂളൻ ത്രെഡ് വെച്ചിട്ട് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ പിസ്താശെല്ലാണ്. പിസ്താശെല്ലിന് പകരം നമ്മുടെ മത്തങ്ങയുടെ സീഡ് അല്ലെങ്കിൽ ഈത്തപ്പഴം അതിൻ്റെ സീഡ് ഉണ്ടല്ലോ, ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഡേറ്റ്സിൻ്റെ സീഡ് അതെടുക്കാം. അങ്ങനത്തെ ഏതെങ്കിലും സീഡ്സ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ പിസ്താശെല്ല എടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നിവർത്തി വെച്ചിട്ടല്ല ഫ്ലവർ ചെയ്യുന്നത്, ഇത് കമത്തി വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കമത്തി വയ്ക്കാം. കമത്തി വെക്കുമ്പോൾ എതള് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഒറ്റ ഒരു ഭാഗം മതി, ഇതുപോലെ ഒരെതൾ വെച്ചിട്ട് മതി. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചെയ്യണില്ല കേട്ടോ. പക്ഷേ നമ്മൾ സീഡ്സ്, അതായത് മത്തങ്ങയുടെ സീഡ്സൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് 2-3 ഇതളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരികയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷൻ മതി, നമുക്ക് ഇത്രയും മതിയാവും കേട്ടോ. എന്നിട്ട് ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മളിതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. കളർ ചെയ്ത് ഞാൻ 2 വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായി നടുഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര മുത്തുകളില്ല, അത് മതി. ഇല്ലെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വൂളൻ ത്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ മുത്തിട്ട് കൊടുക്കണം, എന്നിട്ടാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം 2 ഓൾറെഡി പെയിൻറ്റ് ചെയ്തു പോയി. അപ്പോൾ അത് പിന്നീടാണ് ആലോചിച്ചത് ഇങ്ങനെ ചെയ്യണമല്ലോ. അപ്പം ഞാൻ അത് മുത്തിട്ടതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് മുത്തിട്ടു. എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നെങ്കിലും മജന്ത, ഇപ്പം ഞാൻ വൈറ്റാണ് വൂളൻ ത്രെഡും നമ്മൾ അരിപ്പയിൽ ചുറ്റിയിരിക്കണം. അതുകൊണ്ട് ഞാനൊരു മജന്ത പിങ്ക് എന്നുള്ള ഷെയ്ഡ്, വൈറ്റ് ഷെയ്ഡിലാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ഒരു കോട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനിയൊന്ന് ലീഫിനായിട്ട് നമ്മൾ ഓരോന്ന് നമ്മുടെ ഈ ഒരു പിസ്താശെല്ല എടുത്തിട്ട് ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു സൈഡ് മാത്രം വേണമെങ്കിൽ അങ്ങനെ നിറച്ചും ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ പിസ്താശെല്ല് ഇങ്ങനെ നിവർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ആ അരിപ്പ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ കൂടിക്കൂടി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ തട്ടി ഇരിക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാനിന്ന് കുറച്ച് ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്നും ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് എല്ലായിടും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കോട്ടും കൂടെ കൊടുക്കാം. ഒരു മെറ്റാലിക് ഷെയ്ഡ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ആ ഒരു കോട്ട് കൊടുത്തിട്ട് അത്ര ഭംഗിയായിട്ടില്ല. അപ്പോൾ എന്തായാലും പിസ്താശെല്ലൊക്കെ ചെയ്യുമ്പോൾ 1-2 കോട്ട് കൂടുതലായിട്ട് ചെയ്യണം ഉണങ്ങിയതിന് ശേഷം, എന്നാലേ നല്ല ഭംഗിയായിട്ട് എടുത്ത് നിൽക്കുള്ളൂ കേട്ടോ. ആ കളർ ഒറ്റ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് വൈറ്റ് ആ ഒരു പോർഷനിൽ ഞാൻ വൈറ്റും ആ ഒരു മെറ്റാലിക് പിങ്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായി. പിന്നെ ഗ്രീൻ കളറും ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ അരിപ്പയുടെ ഭാഗത്ത് ഇതുപോലെ ഹാങ് ചെയ്യാൻ വേണ്ടി ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും വൂളൻ ത്രെഡ് വെച്ചിട്ടാണ്.
പിന്നെ നമ്മൾ തസല് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, വൂളൻ ത്രെഡ് വെച്ച് ഹാങ്ങിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കി വെച്ച തസലാണ് കേട്ടോ. അതെടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഈ വൈറ്റ് ത്രെഡാണ് ചുറ്റിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ ത്രെഡ് ചുറ്റണില്ല. അതുകൊണ്ട് ബാക്കിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ അറിയില്ല. അപ്പോൾ ചെറിയൊരു പേപ്പർ വെച്ചിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചാൽ മതി, ഗ്ലൂ ഗൺ വെച്ചിട്ട്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ദേ നമ്മൾ അരിപ്പയും പിസ്താഷ്യലും എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയില്ലേ? എന്തായാലും അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അരിപ്പയും പിസ്താഷ്യലും. പിന്നെ അല്ലെങ്കിൽ പിസ്താഷ്യലും ഇല്ലെങ്കിൽ നമുക്ക് സീഡ്സ് വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.